നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസറ നമസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ തന്നെ പ്രിയപ്പെട്ട സൂറത്തിനോട് സൗഹൃദ വലയത്തിന്റെ കൊച്ചു കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് നിലകൊള്ളുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ നബിയേ, തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ ചെറുപ്പക്കാരൻ പുതിയ ആപ്പിളയാണ്, വൈവാഹിക ജീവിതം അടുത്തിടെ കഴിഞ്ഞയാണ്, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇതാ 1 മണിക്കൂർ കഴിയുമ്പോ അദ്ദേഹത്തിന്റെ റൂഹ് വേർപിരിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരും. റസൂലേ നബിയേ, ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. 1 മണിക്കൂർ കൃത്യം കഴിയുമ്പോ അദ്ദേഹത്തിന്റെ റൂഹ് വേർപെടുത്താൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമെന്നുള്ള സത്യം പ്രവാചകരോട് പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടിത്തരിക്കുകയാണ്, വിഷമിക്കുകയാണ്. വിഷമിച്ച് നിൽക്കുന്ന പ്രവാചകരോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, തങ്ങൾ അമാന്തിക്കല്ലേ റസൂലേ, ഇനി സമയം കളയാനില്ല ഹബീബേ. ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കാതിൽ മരണത്തിന്റെ മൊഴിയിട്ടു കൊടുക്കൽ തങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരത്തിന് തന്നോടൊപ്പം പങ്കെടുത്തതാകുന്ന ചെറുപ്പക്കാരന്റെ കൈകളിലേക്ക് തോളെടുത്തു വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ തോളിലേക്ക് കൈ ചേർത്ത് വെക്കുമ്പോ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മദീനയിലെ മാനവലാടൻ പ്രവാചകനിലേക്ക് ആ ചെറുപ്പക്കാരൻ അതാ ചായുകയാണ്. എന്തെന്നില്ലാത്ത സന്തോഷമാണ്. നബി തങ്ങൾ എന്റെ തോളത്ത് കൈവച്ചുവല്ലോ, ഇത് അഷ്റഫുൽ ഖൽഖല്ലേ, ഇതൊരു സാദാ സീത വ്യക്തിയല്ലല്ലോ. പക്ഷേ പ്രവാചകർ അദ്ദേഹത്തിന്റെ കാതിൽ കൊടുത്ത മറുപടി, അല്ലയോ സഹോദര, ഇനി 1 മണിക്കൂർ സമയമാണ് നിനക്ക് ഈ ലോകത്ത് ആയുസ് ബാക്കിയുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞ വാക്യമാണ് നബിയെ, ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. അവസാന ശ്വാസം നിലയ്ക്കാൻ ഇനി 1 മണിക്കൂർ മാത്രമാണുള്ളത്. അവസാന ശ്വാസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് വല്ലാതെ വിങ്ങിപ്പൊട്ടുകയാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ, കുടുംബജീവിതം നയിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. മരണത്തിന്റെ വിളിയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാതിൽ കൊടുത്തപ്പോ 1 സെക്കൻഡിൽ പകച്ചു നിന്നതാകുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളോട് വല്ലാത്ത സന്തോഷത്തോടുകൂടി ചോദിക്കുകയാണ്, മാദാ അഫ്അലു ഫീ ഹാദൽ വഖതി യാ ഹബീബല്ലാഹ്. മരണത്തെ പുൽകാൻ തയ്യാറെടുത്തുകൊണ്ട് ചെറുപ്പക്കാരൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഈ സമയത്ത് എന്ത് ചെയ്യണം റസൂലേ, എന്ത് ചെയ്താൽ രക്ഷപ്പെടും ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഉത്ലുബുൽ ഇൽമ, അറിവ് നുകരണേ, അറിവ് പഠിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
അവസാന ശ്വാസം നിലക്കുന്ന സമയമാണ്. ഇനി സെക്കൻഡുകൾ, മിനിറ്റ് സൂചികൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സെക്കൻഡുകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അമാന്തിക്കുകയില്ല, ഇനി സമയം കളയാനില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. കണ്ണീരിൽ കുതിർന്നതാകുന്ന ഒരു സലാം നബി തങ്ങൾക്ക് നൽകുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ദുനിയാവിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ കാണുകയില്ല. മരണത്തിലേക്കുള്ള വലിയാളം വന്നു കഴിഞ്ഞു. ഈ പറഞ്ഞതോ ഇന്ന് വരെ ജീവിതത്തിൽ കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്തതാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. മരണമുറപ്പാണ്, അസ്റായിൽ വരുമെന്നുള്ളത് സുനിശ്ചിതമാണ്. റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞുകൊണ്ട് മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് ചെല്ലുകയാണ്. ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന മക്കളുടെ ചാരത്തേക്ക് ആ പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ കയറിയിരിക്കുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട തേവലക്കരയിലുള്ള മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, ആ സഹോദരി, പഠിച്ചു വെക്കണേ. ആ സ്വഹാബി ചെന്നുകൊണ്ട് ഇൽമു നുകരുകയാണ്. 1 മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ നസല ഖാബിലുൽ അർവാഹ് മലക സറായീൽ അലൈഹിസ്സലാം പറന്നിറങ്ങുകയാണ്. ആ ചെറുപ്പക്കാരൻ റൂഹിനെ പിടിക്കുകയാണ്. വലയു അഖിറല്ലാഹു നഫസാ ഇദാ ജാഅ അജലുഹാ. ആത്മാവിനെ വേർപെടുത്തുന്ന സമയമെത്തിയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സഅതാ വലാ യസ്തഖ്ദിമൂൻ. ആത്മാവിനെ വേർപെടുത്തുന്ന സമയമെത്തിയാൽ 1 സെക്കൻഡ് പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയതല്ലയോ, അല്ലാഹുവിന്റെ കലാമല്ലയോ. 1 മണിക്കൂർ കൃത്യമാണ് നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പുലരുന്ന പ്രവചനമേ നബിതങ്ങൾ നടത്താറുള്ളൂ. 1 മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റൂഹിനെ വേർപെടുത്തുകയാണ്. സ്വഹാബത്ത് വിഷമിക്കുകയാണ്. നബിതങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബത്ത് ഓടുകയാണ്. തുവഫിയ ദാലിക സ്വഹാബിയു യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, ഏതൊരു മനുഷ്യനെ കുറിച്ചാണോ തങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് റൂഹിദാ വേർപെട്ടു റസൂലേ, വഫാത്തായിട്ടുണ്ട് ഹബീബേ. കരഞ്ഞു നിൽക്കുന്ന പ്രവാചകരോട് സാന്ത്വനത്തിന്റെ കരസ്പർശം പ്രവാചകർ നടത്തിക്കൊണ്ട് പറയുകയാണ്. വിഷമിക്കേണ്ട സ്വഹാബ, ദുഃഖിക്കേണ്ട സ്വഹാബ. ആ സ്വഹാബിയുടെ വിഷയത്തിൽ നിങ്ങൾ ആരും വിഷമിക്കരുതേ. ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. അവസാന ശ്വാസം ഇൽമിൻ്റെതാകുന്ന മാർഗത്തിൽ ചെലവഴിച്ച കാരണത്താൽ അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിന്റെ മാർഗം അത്രമേൽ മഹത്തമാണ്. നിങ്ങൾ ഈ ഇരിക്കുന്ന മജ്ലിസ് നിസാരമല്ല. ഈ സദസ്സിൽ വന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കി, മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുമ്പോഴാണ് സ്വർഗീയ ഉദ്യാനമായി മാറുക. ഇവിടെ വെച്ച് മരിച്ചാലും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താം. അതിനുള്ള ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം നിങ്ങൾ ഇരിക്കുന്നത് അറിവ് നുകരാനാണ്, അറിവ് പഠിക്കാനാണ്. ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾ അവൽ അൽ ഹറം എന്ന് പറയുന്ന തഹ്ഫീദുൽ ഖുർആൻ അറബിക് കോളേജിലൂടെ 7 വർഷമായി ഈ നാടിന് വിളക്കായി, പ്രകാശമായി, പ്രോജ്വല പ്രഭയായി പ്രഭ പരത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സ്ഥാപനത്തിൽ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന സഹകാരികൾ അറിയട്ടെ, ഇൽമിൻ്റെതാകുന്ന തീരത്തേക്ക് നിലകൊണ്ടിട്ടുള്ള ഈ മക്കൾ സ്വർഗീയ ഉദ്യാനത്തിലാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദൂരദിക്കുകളിൽ നിന്നുകൊണ്ട് പ്രഭാഷണമൊക്കെ വീക്ഷിക്കുന്ന ആളുകൾ വന്ന് മജ്ലിസിൽ വന്നിരുന്നോ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കിട്ടുന്ന നേട്ടം ചെറുതല്ല, ചില്ലറയല്ല. മജ്ലിസിൽ വന്നിരിക്കുമ്പോൾ അതിന് ഉന്നതമായ പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇവിടെ വെച്ച് മരിച്ചാൽ തന്നെയും സ്വർഗം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ശഫീഉനാ റസൂലുള്ളാഹി. ഇൽമിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അതിന്റെ അറ്റം ചെന്ന് നിൽക്കുക സ്വർഗമാണ്. അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ
ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയക്കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ഈ ദുനിയാവിൽ എന്ത് ക്ലേശവും എന്ത് ദുരിതവും ഉണ്ടായിക്കോട്ടെ, നാളെ അള്ളാഹു പരലോകത്ത് നമുക്ക് സ്വർഗം നൽകുമെങ്കിൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. അള്ളാഹു നമുക്ക് സ്വർഗം നസീബാക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെയും ഈ സമുദായത്തെയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഭൗതിക ലോകത്തേക്ക് സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള മർമ്മപ്രധാനമായ ലക്ഷ്യത്തിൽ മേലാണ്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ആരാധന കൃത്യമായി ക്രിയാത്മകമായി നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മളിൽ എത്ര പേര് യഥാർത്ഥ മുഅ്മിനിന്റെ വിശേഷണങ്ങൾ മേളിച്ചവരാണ്? യഥാർത്ഥ മുഅ്മിൻ ആരാണ്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുഅ്മിൻ ആര്, മുത്തഖി ആര്, എല്ലാം അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ വ്യക്തമായി അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടോ പഠനങ്ങളോ അല്ലെങ്കിൽ ആ പഠനത്തിനനുസൃതമായിട്ടുള്ള ജീവിതമോ നമ്മളിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. سورة الأنفال. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിൻ ആര് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. 5 വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ എണ്ണി പറയുന്നത്. ആ വിശേഷണങ്ങൾ മേളിച്ചവരാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അല്ലാഹു പറയുന്നു യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവരാണ്. മറ്റതൊക്കെ പേരിൽ മാത്രം മുഅ്മിനാണ്. ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും ഒക്കെ മുഅ്മിനായിട്ട് നടക്കാൻ. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ ഈ 5 വിശേഷണങ്ങൾ മേളിച്ചവരൊക്കെ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെന്നാണ് അവകാശപ്പെടുന്നത് എങ്കിൽ ഈ 5 വിശേഷണങ്ങൾ സിദ്ധിച്ചവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അടിവരയിട്ട് ഓർമ്മപ്പെടുത്താൻ. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യഥാർത്ഥ മുഅ്മിനാരാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നതാകുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇദാ തുലിയത് അലൈഹിം ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങുന്നതായ വ്യക്തികളുണ്ടോ? അവരാണ് യഥാർത്ഥ മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ നടുക്കമുണ്ടാവുക, ഭയപ്പാടുള്ള ആളുകളാവണം. നമ്മളിൽ എത്ര പേർക്ക് അതുണ്ട്? ചിന്തിക്കൻ സഹോദരങ്ങളെ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, മറകിലുള്ള പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, ഓർക്കിൻ, അല്ലാഹുവിനെ ചിന്തിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? നമ്മളിൽ എത്ര പേരുണ്ട്? ആർക്കാണ് റബ്ബിനോടുള്ള താല്പര്യം, റബ്ബിനോടുള്ള ഭയപ്പാടാരാണ്? ഇന്ന് ഇശാ നമസ്കരിച്ചതാകുന്ന ആളുകൾ എത്ര പേർ? ഇന്നത്തെ മഗ്രിബ് ജമാഅത്തായി നമസ്കരിച്ച മുഅ്മിനീങ്ങൾ എത്ര പേർ? ഇന്നത്തെ സുബഹി നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിച്ചിട്ടുള്ള സഹോദര സഹോദരിമാർ എത്ര പേർ? ഇന്നത്തെ ഒരു ദിവസത്തെ ഇബാദത്ത് എടുത്ത് മാത്രം നോക്കിയാൽ മുഅ്മിനാണോ അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള കാപട്യം നിറഞ്ഞവരാണോ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ ദിവസത്തെ അമലെടുത്താൽ മതി. അല്ലാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് അയച്ചതിന്റെ ലക്ഷ്യം എന്താ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്തേക്ക് അയച്ചത് എന്ന് അല്ലാഹു പറയാം. നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ആ ആരാധന ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ആരാധനയുണ്ട്, അല്ലാഹുവിനോടില്ല എന്ന് മാത്രം. ബാക്കി എല്ലാത്തിനോട് ആരാധനയാണ്. ഈ വർഷം ബമ്പർ ലോട്ടറി എടുക്കാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ തീർന്ന്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചോദിക്കുന്നില്ല, ചോദിച്ചാൽ തീർന്നു. 500 രൂപ പോയി ഉസ്താദേ എന്ന് പറഞ്ഞ് കരയാണ്. അല്ലാഹു നമ്മളെ സാലിഹ്യം കളിച്ചേർക്കട്ടെ. എന്നാ ബക്കറ്റ് ഇപ്പൊ വരും, 500 രൂപ അതിലിടുവോ? ഓ പാളച്ചേനെ 10 രൂപയുടെ നോട്ട് അതിന് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ച്. അതിന് പോകുമ്പോൾ പ്രത്യേക കുപ്പായാണ്, 10ന്റെ നോട്ടിന്റെ കുപ്പായം. ജുമായ്ക്ക് പോകുമ്പോഴും ആ കുപ്പായം തന്നെയാണ്. ആണോ അല്ലയോ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതിന് മുകളിലോട്ടൊരു നോട്ട് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒന്നാമത്തെ വാതിന്റെ സദസ് ലാസ്റ്റ് എല്ലാം പിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബക്കറ്റ് ഇങ്ങനെ എണ്ണ നോക്കുമ്പോ ഏതാ 10ന്റെ നോട്ടാ മൊത്തം. എന്നാ ലോട്ടറി എടുക്കാൻ ഹാജിയാര് ഡെയിലി കളയുന്ന എത്രയാ? 100 രൂപ, 50 രൂപ, 150 രൂപ, 200 രൂപ ഒക്കെ കളയാൻ. 500 രൂപ കളയാൻ. 500 രൂപ മൂപ്പര് കളഞ്ഞോണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, അല്ലാഹു നമ്മളെ സാലിഹ്യം കളിച്ചേർക്കട്ടെ. ആണ് ഇത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് സഹോദരങ്ങളെ ദീനുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദഅാ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരോട് ചോദിക്കുകയാണ്. ഈ ലോകത്ത് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതായ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മനോഹരമാകുന്ന ബാങ്കിനേക്കാൾ മഹത്തരമാകുന്ന വചനമേതാ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതായ മഹത്തുക്കളാകുന്ന മുഅദ്ദിൻമാരെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, ലോകരോട് ചോദിക്കുകയാണ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതായ മഹനീയമായ വാക്യത്തേക്കാൾ മനോഹരമാകുന്ന വചനങ്ങൾ ഉച്ചരിക്കുന്നവർ ആരാണ്? ആരാണ് ഉള്ളത്? ഏറ്റവും നല്ല മനോഹരമാകുന്ന വാക്യം മുഅദ്ദിൻമാരല്ലേ ഉച്ചരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്.
ഇതിനേക്കാൾ മനോഹരമാകുന്ന വചനം ഉച്ചരിക്കുന്നവർ ആര്? അള്ളാഹ് ചോദിക്കാൻ. അള്ളാഹ് എന്നുള്ള വിളിയാളമാണ് ഏറ്റവും മനോഹരം. അള്ളാഹ് പറയാ, ഈ അള്ളാഹ് എന്നുള്ള വാക്ക് ഇന്ന് കേൾക്കാൻ മുസ്ലിം സമുദായമാകുന്ന നമ്മൾ തന്നെ തയ്യാറല്ല. അതിൽ നിന്ന് പുറകോട്ട് പോവാൻ, വാത് കേൾക്കാൻ തയ്യാറല്ല. ദീനിന്റെ മജ്‌ലിസുകൾക്ക് നമുക്ക് താല്പര്യമില്ല. മുഹിയുദ്ദീൻ റാത്തീബ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവാണ് ഈ സമയം. വഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുകയും അവരുടെ മൗലിദ് ഓതുകയും അവരെ പ്രകീർത്തിക്കുകയും അവരുടെ ചരിത്രങ്ങൾ അയവിറക്കുകയും ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, അഹ്ലുസുന്നയുടെ പ്രവർത്തകർ നിലകൊള്ളുന്ന വേളയാണ്. മുഅ്മിനീങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ അവരോട് മഹബത്താണ്. കാരണം അവർ ദീനിനെ ജീവിപ്പിച്ചവരാണ്. അതുകൊണ്ടല്ലേ മുഹിയുദ്ദീൻ, ദീനിനെ ജീവിപ്പിച്ചവർ എന്ന് പേര് വീഴാൻ കാരണം. ഹിജറ 470 ഇറാനിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ, ടെഹ്റാനിന്റെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ തൊബരിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ എത്തിച്ചേരും. അവിടെയുള്ളതാകുന്ന സ്റ്റേറ്റിലെ മനോഹരമാകുന്ന ജീലാൻ എന്ന് പറയുന്ന ദേശത്ത് റമദാൻ 1 പൂജാതനായ മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് 470 ജനിച്ചിട്ട് 488 18ാമത്തെ വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോയി 33 വർഷം ഇൽമിന്റെ സാഗരത്തിൽ മുങ്ങിക്കുളിച്ച് അവസാനം എന്ന് പറയുന്ന മനോഹരമാകുന്ന തലത്തിലേക്ക് ശൈഖ് അവറുകൾ എത്തിച്ചേർന്നു. ഹിജറ 521 പഠനം പൂർത്തിയാകുന്നത്. 18 വയസ്സ് മുതൽ തുടങ്ങിയ പഠനം പഠിച്ചു തീർന്നു. 33 വയസ്സ് ചേർത്തപ്പോ വയസ്സ് 51ആയി. 51ാമത്തെ വയസ്സിലാണ് വഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത്. 49 മക്കളെ 4 വിവാഹത്തിലൂടെ അള്ളാഹു നൽകി. അതിൽ 35 പേർ ആണും പെണ്ണുമടക്കം ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ മരണപ്പെട്ടു പോയി. 14 മക്കളാണ് വലുതായി ബാക്കിയായത്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ അതിലേക്ക് കേൾക്കണം. അപ്പം അത് സമയമില്ല. ഞാനൊന്ന് സാന്ദർഭികമായി അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കുന്നത് ഈ മാസവും ഈ ദിവസങ്ങളും ഒക്കെ മാനിച്ചിട്ടാണ്. അവരുടെ ഒരു പൊരുത്തം ഈ മജ്‌ലിസിൽ ലഭിക്കാനാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മുഹിയുദ്ദീൻ റാത്തീബ് ബഹുമാനപ്പെട്ടവർ ഹിജറ 561 റബീഉൽ ആഖിർ 11 വഫാത്താകുന്നത്. 91 വയസ്സ് വരെ ജീവിച്ച മഹാനാണ്. ഹിജറ 521 മുതൽ ഹിജറ 561 വരെ 40 വർഷം ദീനിന്റെ പ്രസരണത്തിന് വേണ്ടി നിലകൊണ്ടു. ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ ദറസ് നടത്തിക്കൊണ്ട് നിലകൊണ്ടു ബഗ്ദാദിന്റെ മണ്ണിൽ. അൽഹംദുലില്ലാഹ്, അവരെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു അവസരം വിനീതന് നൽകിയിട്ടുണ്ട്. ഈ വർഷവും ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പോകണമെന്നുള്ള നിയ്യത്താണ്. നവംബർ 18 അള്ളാഹു പോകാൻ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഇറാഖിലെ ബഗ്ദാദിന്റെ മണ്ണിലാണ് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം ചെയ്യുന്നത്. അവിടെ തന്നെയാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. തൊട്ടടുത്ത് തന്നെയുണ്ട് മഹാനായ സരിയു സഖത്തി റളിയല്ലാഹു അൻഹു. അവരുടെ ശൈഖ് അവറുകൾ അവിടെ തന്നെയുണ്ട്. മഹാനായ മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. ഇവരുടെ എല്ലാവരുടെയും ശൈഖാണ്. ബഹുമാനപ്പെട്ടവരും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നാട്ടിലുണ്ട്. എത്രയോ മഹത്തുക്കൾ, ഔലിയാക്കൾ അന്ത്യവിശ്രമം ചെയ്യുന്ന നാടാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഇറാഖിലാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്നത് ഇറാഖിലാണ്, നജഫിലാണ്. അലി റളിയല്ലാഹുവിന്റെ പള്ളി നിലകൊള്ളുന്നത് കൂഫയിലാണ്, മസ്ജിദുൽ ജാമിഅ. അലി റളിയല്ലാഹുവിന്റെ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നതും മനോഹരമാകുന്ന ഇറാഖിലാണ്. 3 ഖലീഫമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തുണ്ട്. 2 പേർ തൊട്ടടുത്തും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്പം മാറി ജന്നത്തുൽ ബഖീലും. 4ാമത്തെ ഖലീഫ പ്രവാചകന്റെ മരുമകനാകുന്ന സയ്യിദുന അലി റളിയല്ലാഹു അൻഹു അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് എന്ന് ഇൽമിന്റെ വിശാലമായ സാഗരത്തെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകനെ പഠിപ്പിച്ച അലിയാര് തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്നത് ഇറാഖിലെ നജഫിലാണ്. അല്ലാഹു അവരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സമയവും സന്ദർഭവുമാണ്. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാ ഹു ഹാ ഹു ഹി ഹയ്യുൻ. എത്ര മനോഹരമാകുന്ന ദിക്റുകളാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഇട്ടു കൊടുക്കാൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ച് കൂടുതലായിട്ട് സ്മരണ ഇട്ടു കൊടുക്കാൻ.
അത് ചൊല്ലി 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 ലാസ്റ്റ് എത്തുമ്പോ എല്ലാവരും എഴുന്നേറ്റ് റാഹത്തായിട്ട് റൗണ്ട് ചെയ്ത് നിന്നിട്ട് എന്ത് ചെയ്യും? അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് ചെല്ലാറുണ്ടോ? ആ സമയത്ത് എല്ലാവരും വരും. കാരണം ഇത് കഴിഞ്ഞാൽ ഉടനെ പൊറോട്ടയും ബീഫും ഉണ്ട് റാഹത്തായിട്ട്. ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആകെ 5 പേരും ഉസ്താദും മുത്തല്ലിങ്ങളും. പിന്നെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഭൂമി നിറച്ച് ഇത് മലക്കുകൾ ഇറങ്ങിയല്ല, അതിനകത്ത് മൊത്തം ആള് കയറിയിരിക്കുക. ഇത് കഴിയുമ്പോൾ ഹസ്ബൻഡ് കണ്ണടച്ച് വന്നിട്ട് ചിരണി വന്നോ നോക്കാം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെയല്ല, തുടക്കം മുതലേ കൂടിയാൽ അതിൽ റാഹത്തുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. എന്തു ആയിക്കട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് കൂടുന്നല്ല, അത് തന്നെ വലിയ ഖൈർ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹ് എന്നുള്ള വാക്കിലാണ്, ആ ജലാലത്തിന്റെ ഇസ്മിലാണ് ലോകം നിലനിൽക്കുന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരൊക്കെ പതിവാക്കിയിരുന്നതാകുന്ന വിറുതുകളിൽ ചേർത്തിട്ടാണ് മുഹയ്യിദ്ദീൻ റാത്തീബ് ഒക്കെ ക്രോഡീകരിക്കപ്പെട്ടത്. അവരുടെയൊക്കെ ജീവിതത്തിൽ അത് പതിവാക്കിയിരുന്ന മനോഹരമാകുന്ന വിറുതുകളാണ്. അതൊക്കെ പണ്ട് കാലങ്ങളിൽ ഓരോ വീടുകളിലും നിത്യമായിട്ടുണ്ടായിരുന്നു. വർഷത്തിൽ ഓരോ വീടുകളിലും കൃത്യമായി കഴിച്ചിരുന്നു. ഇന്ന് എത്ര പേരുണ്ട്? ഇന്ന് എത്ര പേര് മുഹയ്യിദ്ദീൻ റാത്തീബ് നടത്തുന്നവരുണ്ട്? അതാണ് എന്റെ ചോദ്യം. ഇതൊക്കെ എതിർക്കുകയും ഇതൊന്നും സമുദായത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റൊരു സൃഷ്ടിക്കുകയും ചെയ്തു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്തായി? ദിക്റില്ല, ഇബാദത്തില്ല, ഖുർആനോത്തില്ല, നമസ്കാരം ചിട്ടയില്ല, അള്ളാഹു ഓർക്കുന്ന ഒരു മാർഗവും ഇല്ല. എല്ലാം ഒഴിവാക്കി ഈ സമുദായം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാ എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ ദിക്റിന്റെ ഒക്കെ ഗുണം. മനസ്സിലാക്കണം. ഈ റാത്തീബുകളും ഈ മൗലിദുകളും ഈ ഖുർആനുകളും ഈ സലാത്തുകളും ഈ സദസ്സുകളും ഒക്കെ അതിന് പ്രാമുഖ്യം കൊടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? അൽ ഹറം തഹ്ഫീദുൽ ഖുർആൻ. നമ്മുടെ മക്കൾക്ക് പ്രചോദനം കൊടുക്കണമെന്നും അതിലേക്ക് മക്കളെ ശ്രദ്ധ ചെലുത്തണമെന്നും വിനീതൻ പറയുന്നത് എന്തിനാണ്? മുൻ പ്രഭാഷകരൊക്കെ ഊന്നി പറയുന്നത് എന്തിനാ? ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന് ആശ വെക്കുന്നത് എന്തിനാ? അല്ലാഹ് എന്ന് പറയപ്പെടുന്ന ഒരു സമുദായം, ഒരു വ്യക്തി ഈ ലോകത്ത് നിന്ന് ഇല്ലാതെ വന്നാൽ ഈ ലോകം അവസാനിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലാ തഖൂമു സ്സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ, ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹ് എന്ന് പറയാൻ പോലും ഈ ലോകത്ത് ഒരാൾ പോലും ഇല്ലാത്ത ഘട്ടമെത്തുകയാ. ആ ഒരവസ്ഥയിലേക്ക് ലോകം പോകുമേ, അപ്പോഴാണ് ലോകാവസാനം ഉണ്ടാവുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനോട് പറഞ്ഞത്, ഇന്ന് ഈ സമുദായം നേർക്ക് നേരെ കാണുകയല്ലയോ, ദർശിക്കുകയല്ലയോ? ദിക്റില്ല, സ്വലാത്തില്ല, ഇൽമിന്റെ മജ്‌ലിസുകൾക്ക് പ്രാമുഖ്യമില്ല. അല്ലാഹ് എന്ന് പറയപ്പെടുന്ന റാത്തീബിന്റെ മജ്‌ലിസിലേക്ക് കടന്നിരിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. കേവലം ഭക്ഷണ പൊതിയിലേക്ക് മാത്രമായി ഇൽമിന്റെ സദസ്സുകൾ മാറുകയാണ്. ലാ തഖൂമു സ്സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലായിരിക്കും ഈ ലോകം അവസാനിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹ് എന്ന് പറയാൻ ആരുമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളിൽ എത്ര പേര് ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന മഹനീയമായ ദിക്റാണ്. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും ശ്രേഷ്ഠവൽക്കരിച്ച് ചൊല്ലിത്തീർത്ത ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
നമ്മളെല്ലാത്തിനെയും എതിർക്കുന്നവരാണ്. റാത്തീബ് വേണ്ട, ആയിക്കോട്ടെ, മൗലിദ് വേണ്ട, അങ്ങനെ പറയുന്നവരുണ്ട്. എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിൽ നിങ്ങൾക്ക് എതിർപ്പില്ലല്ലോ. ആ ദിക്ർ തന്നെ ചൊല്ലിത്തീർത്ത ആളുകൾ എത്ര പേരുണ്ട്? 70,000 വെച്ച് ചൊല്ലിയാൽ, ഓരോരുത്തരും അവരവർക്ക് വേണ്ടി സ്വന്തം നഫ്സിന് വേണ്ടി ചൊല്ലിയാൽ, നിസ്കാരങ്ങൾ ചിട്ടവെക്കുന്ന, ഇബാദത്തുകൾ കണിശത വെക്കുന്ന മുഅ്മിനീങ്ങൾ നരകത്തിൽ നിന്ന് മോചനപത്രം രേഖപ്പെടുത്തുമെന്ന് ഉലമാക്കൾ വ്യക്തമാക്കിയിരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് 10 എണ്ണം ചെല്ലാൻ തന്നെ താല്പര്യമില്ല. ആദ്യം എഴുന്നേക്കുന്നത് ഹാജിയാരാ. ഫ്രണ്ട് സഫി ഇരിക്കുന്നുണ്ട്. പിന്നെ എഴുന്നേറ്റ് ചാട്ടോ ഓട്ടോ കണ്ടു കഴിഞ്ഞവർക്കും ഇപ്പൊ എന്തോ പരിപാടിക്ക് പോവാൻ, വീട്ടിൽ പോയി ചാരുമസാല ഇട്ടിട്ട് കടക്കുക ഹാജിയാർ. ഒരു കാര്യമില്ല, ഈ ഓട്ടത്തിൽ ഒരു കാര്യമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്ര ദിക്ർ നമ്മൾ ഒരു ദിവസം ചെല്ലുന്നുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ചെല്ലുന്നുണ്ടോ? ഒന്ന് പറയുന്നു, ഒന്ന് ചിന്തിക്ക്. ഒന്ന് ചിന്തിക്കാമല്ലോ. ഞാൻ ഒരു ദിവസം ഇന്ന് എത്ര ചെല്ലിയത് ഒന്ന് ആലോചിച്ചാൽ തന്നെ 0 എന്ന് കിട്ടും. ഉത്തരം കിട്ടിയില്ലേ? ഈ ബാക്കി പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എവിടെ ചെല്ലുന്നു? നമ്മളൊന്നും ഒരു ദിക്റും ചെല്ലുന്നില്ല. ദിക്ർ ചെല്ലുന്നവരെയും ദിക്റിന്റെ മജ്‌ലിസുകളെയും ദിക്റിന്റേതാകുന്ന മഹത്തുക്കളാകുന്ന അയിമത്തുകളെയും നമ്മളെ എതിർത്തുകൊണ്ട് നിലകൊള്ളാൻ. എന്താണ് ദിക്ർ? വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. പരിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് സ്മരിച്ചുകൊണ്ട് അവന്റെ സ്മരണയിലായി ദാകിരീങ്ങളായി നിലകൊള്ളുന്ന പുരുഷന്മാർക്കും ദാകിറത്തുകളായി നിലകൊള്ളുന്ന സഹോദരിമാർക്കും മനോഹരമാക്കപ്പെട്ട സ്വർഗീയ ഉദ്യാനം അല്ലാഹു നൽകുവാൻ, പാപമോചനത്തിന്റെ പരമോന്നത പദവി അല്ലാഹു നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. പാപമോചനം അല്ലാഹു നൽകും. അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. ഉന്നതമായ പ്രതിഫലം അല്ലാഹു വെച്ച് നീട്ടും. നമ്മുടെ നാവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്തിലായിരിക്കണം? ദിക്റിലായിരിക്കണം. അല്ലാഹ് എന്ന നാമത്തിലായിരിക്കണം. അപ്പോഴേ നമ്മൾ മുഅ്മിനാവുള്ളൂ. മുഅ്മിനാകേണ്ട വിശേഷണങ്ങൾ എത്ര ഉണ്ട്? 5 എണ്ണമുണ്ട്. അതിലൊന്നാണ് ഒരായത്തു ഒരു കഷ്ണം ഓതിയിട്ടാണ് ഇപ്പൊ ഈ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹ് എന്ന് പറയാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ ലോകം അവസാനിക്കും. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹ് എന്ന മഹനീയമായ ജലാലത്തിന്റെ ഇസ്മിന്റെ മേലാണ്. ഒന്ന് പറഞ്ഞ എല്ലാവരും അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഒന്നുകൂടി ഉറക്കെ ചെല്ലണേ, അല്ലാഹു അല്ലാഹു അല്ലാഹ്. അല്ലാഹു അല്ലാഹു അല്ലാഹ്. അല്ലാഹ് എന്ന ഈ മഹനീയമായ നാമത്തിന്മേലാണ് ഈ ലോകം പടുക്കപ്പെട്ടത്. മനസ്സിലാക്കണം. അത് ഒഴിവായാൽ ലോകത്തിന്റെ അവസാനമാണ്.